വേനൽ മഴയ്ക്കൊപ്പമുള്ള കാറ്റും ഇടിമിന്നലും നാശം വിതയ്ക്കുന്നു. കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ചയും കാറ്റ് നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഞായറാഴ്ചയും നാശം വിതച്ചിരുന്നു. ഞായറാഴ്ചത്തെ കാറ്റിൽ 15,000-ഓളം ഏത്തവാഴകൾ നശിച്ചിട്ടുണ്ട്. മറ്റു വിളകൾക്കും നാശമുണ്ടായിട്ടുണ്ട്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് കോതമംഗലം താലൂക്കിൽ കാറ്റും മഴയും നാശം വിതയ്ക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടം. പൈങ്ങോട്ടൂരിൽ റോഡിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. നെല്ലിക്കുഴി 314-ൽ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. പൂവത്തിങ്കൽ ഷീല മനോജിന്റെ വീടാണ് തകർന്നത്. ഞായറാഴ്ചത്തെ വേനൽമഴയും കാറ്റും കനത്ത നാശം വിതച്ചിരുന്നു. നെല്ലിക്കുഴി, പിണ്ടിമന, കോട്ടപ്പടി, കീരമ്പാറ, വാരപ്പെട്ടി പഞ്ചായത്തുകളിൽ നാശനഷ്ടമുണ്ട്. കോട്ടപ്പടിയിലാണ് കൂടുതൽ നാശം. കാർഷിക മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. 10,000-ഓളം കുലച്ച ഏത്തവാഴകൾ നശിച്ചിട്ടുണ്ട്. 3,000-ഓളം കുലയ്ക്കാത്ത വാഴയും നശിച്ചു. 110 ജാതിമരം, 50 കമുക്, 10 തെങ്ങ് എന്നിവയും നശിച്ചിട്ടുണ്ട്. 75 കർഷകരാണ് കെടുതി നേരിട്ടത്. 1 കോടിയോളം രൂപയുടെ നഷ്ടമെന്നാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. നെല്ലിക്കുഴിയിൽ 1 വീടും കോട്ടപ്പടിയിൽ 2 വീടും ഭാഗികമായി തകർന്നു. കോതമംഗലത്തും കോട്ടപ്പടിയിലും പള്ളികളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുണ്ടായി. കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര തകർന്നതുമൂലം ഫയലുകളടക്കം മഴവെള്ളം വീണ് നശിച്ചു. തിങ്കളാഴ്ചയും കനത്ത മഴയും കാറ്റുമാണുണ്ടായത്. ഇതിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.